Hello everyone, welcome to CWJ Malayalam channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് IDBI അസിസ്റ്റന്റ് മാനേജർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 2 ആണ്. ഇതെന്ന് പറയുന്നത് PO ലെവലല്ല, അതിനേക്കാളും കുറച്ച് ടഫായിരിക്കും. ടഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസ് കൂടും. അതേപോലെ എക്സാം പാറ്റേൺ ഒക്കെ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് അറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കടക്കാം. അപ്പോൾ പാർട്ട് 1ൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയാണ്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി 16 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഒരു ബ്ലഡ് റിലേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻ ആണ്. ഓക്കെ, ഇതിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത് നോക്കുക. 8 മെമ്പേഴ്സാണ്. ഇതിൽ എത്ര ജനറേഷൻസ്? 3 ജനറേഷൻസ്. അപ്പോൾ 3 ജനറേഷനുള്ള ഒരു 8 മെമ്പേഴ്സാണ്. പിന്നെ ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദ സ്പൗസ് ഓഫ് എഫ് ഇസ് നോട്ട് ദ ബ്രദർ ഓഫ് ഡി ഹൂ ഈസ് ദ സൺ ഓഫ് ബി. എഫ് ആൻഡ് ഡി ആർ നോട്ട് മാരീഡ് ടു ഈച്ച് അതർ. എച്ച് ഇസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് എ ആൻഡ് ബോത്ത് എ ആൻഡ് എച്ച് ഡോണ്ട് ഹാവ് എനി സിബ്ലിംഗ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒന്നും പറയുന്നില്ല. എ ഈസ് ദ മദർ ഓഫ് ബി അങ്ങനെ ഡയറക്റ്റ് നമുക്ക് പറയുന്നില്ല. മീൻസ് അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏതിലേക്കാണോ അങ്ങനെ പറയുന്നത്, അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പില്ലേ, അതിൽ ഇവിടെ ഏതിലേക്കാണോ പറയുന്നത് അതാണ് നിങ്ങൾ ഫസ്റ്റ് എടുത്ത് ഡയഗ്രത്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ ദ സ്പൗസ് ഓഫ് എഫ് ഇസ് നോട്ട് ദ ബ്രദർ ഓഫ് ഡി, ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുക, ഡയഗ്രത്തിൽ പെട്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് ഡയഗ്രത്തിനകത്ത് ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഡി ദ സ്പൗസ് ഓഫ് എഫ് ഇസ് നോട്ട് ദ ബ്രദർ ഓഫ് ഡി, കോമ ഹൂ ഈസ് ദ സൺ ഓഫ് ബി. അതായത് ഡി എന്ന് പറയുന്നത് ആരാണ്? ബിയുടെ സണ്ണാണ്. അപ്പം നമുക്കൊരു എന്ത് കിട്ടി, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കിട്ടി അല്ലേ. ഡി എന്ന് പറയുന്നത് ബിയുടെ സണ്ണാണെന്ന് കിട്ടി. ബിയുടെ സണ്ണാണ് ഡി. സണ്ണായതുകൊണ്ട് നമ്മൾ സ്ക്വയറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മെയിൽ ആയതുകൊണ്ട്. പിന്നെ പറയുന്നത് സ്പൗസ് ഓഫ് എഫ് ഇസ് നോട്ട് ദ ബ്രദർ ഓഫ് ഡി. സ്പൗസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിൻ്റെ ഒന്നെങ്കിൽ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം. എഫിൻ്റെ ജെൻഡർ ഇവിടെ അറിയില്ല. അതുപോലെ സ്പൗസ് എന്ന് ഉദ്ദേശം എന്താ? ഒന്നെങ്കിൽ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം. ഓക്കെ, സോ സ്പൗസ് ഓഫ് എഫ് ഇസ് നോട്ട് ദ ബ്രദർ ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ എഫ് ആൻഡ് ഡി ആർ നോട്ട് മാരീഡ് ടു ഈച്ച് അതർ. എച്ച് ഇസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് എ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഓൺലി എ മാരീഡ് കപ്പിൾ ക്യാൻ ഹാവ് എ ചൈൽഡ്. മാരീഡ് കപ്പിളിന് മാത്രമേ ചൈൽഡ് ഉണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എവരി മാരീഡ് കപ്പിൾ ഹാസ് എ ചൈൽഡ്. എല്ലാ മാരീഡ് കപ്പിളിനും ഒരു കുട്ടി ഉണ്ടാവും. ഓക്കെ, സോ എവരി മാരീഡ് കപ്പിൾ ഹാസ് എ ചൈൽഡ് ആണ്. പിന്നെ പറയുന്നുണ്ട് ഇ ആൻഡ് എ ഡസൻ ബിലോങ് ടു ദ സെയിം ജനറേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എ ഇസ് മാരീഡ് ടു ബി എന്ന് പറയുന്നുണ്ട്. സോ എ ഇസ് മാരീഡ് ടു ബി. എ ഇസ് മാരീഡ് ടു ബി. അപ്പോൾ മാരീഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ലൈൻസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എ ഇസ് മാരീഡ് ടു ബി. ബി എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഇൻ ലോ ഓഫ് എഫ് ആണ്. സോ ബി ഹൂ ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് എഫ്. സോ എ ഈസ് മാരീഡ് ടു ബി. അപ്പം നമ്മൾക്ക് ബിയുടെ ജെൻഡർ കിട്ടി. ബി ഫാദർ ഇൻ ലോ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? മെയിലാണ്. സോ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, സോ എ ഈസ് മാരീഡ് ടു ബി ഹൂ ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് എഫ്. എഫിൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിൻ്റെ സ്പൗസിൻ്റെ പേരൻസ് ആണ് അല്ലേ. എഫിൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ സ്പൗസിൻ്റെ പേരൻസ് ആണ്. പക്ഷേ എഫിൻ്റെ സ്പൗസ് ഡി വരാൻ ചാൻസ് ഉണ്ടോ? അതായത് ഡിയും എഫും മാരീഡ് കപ്പിൾ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ബിക്കോസ് ഓൾറെഡി ഇവർ പറയുന്നുണ്ട് എഫ് ആൻഡ് ഡി ആർ നോട്ട് മാരീഡ് ടു ഈച്ച് അതർ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ വേറൊരു കുട്ടിയുടെ ഇവരുടെ വേറൊരു ചൈൽഡ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ക്രോസ് ഇടാം. അവരുടെ ഹസ്ബൻഡോ വൈഫോ ആണ് ആര്? എഫ് എന്ന് മനസ്സിലായി. ഓക്കെ, സോ എഫ് ബി എന്ന് പറയുന്നത് എഫിൻ്റെ ഫാദർ ഇൻ ലോ ആണ്. അതായത് എഫിൻ്റെ സ്പൗസിൻ്റെ ഫാദറാണ് ആര്? ബി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എഫിൻ്റെ സ്പൗസിൻ്റെ പേരൻസ് ആണ് എയും ബിയും. പക്ഷേ എഫിൻ്റെ സ്പൗസ് ഒരിക്കലും ആരാവില്ല? ഡി ആവില്ല. കാരണം ഡി ബിയുടെ ചൈൽഡ് ആണല്ലോ. പക്ഷേ ഒരിക്കലും എഫും ഡിയും എന്തല്ല? മാരീഡ് കപ്പിൾസ് അല്ല. അപ്പോൾ എക്കും ബിക്കും വേറൊരു ചൈൽഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇ ആൻഡ് എ ഡസൻ ബിലോങ് ടു ദ സെയിം ജനറേഷൻ. ഇയും എയും എന്തല്ല? സെയിം ജനറേഷനിലല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ എന്തായാലും എന്ത് വരില്ല? ഈ ഒരു ജനറേഷനിലല്ല വരുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു ജനറേഷൻ സെക്കൻഡ് ജനറേഷനിലാവാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് ജനറേഷനിലാവാം. ഓക്കെ,
സി ഹു ഈസ് മാരീഡ്, പിന്നെന്താണ്, പിന്നെ എവിടെയെങ്കിലും ഒരു ഹിൻറ്റ് ഇതാ, സ്പോസ് ഓഫ് എഫ് ഇസ് നോട്ട് ദ ബ്രദർ ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. അതും വലിയൊരു ഹിൻറ്റാണ് അല്ലേ. സ്പോസ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഇൻറ്റു ഒരു ക്രോസ് കൊടുത്തിട്ടില്ല, നമുക്കറിയില്ല ആ വ്യക്തി ആരാണെന്ന്. സോ ആ സ്പോസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിയുടെ ബ്രദർ അല്ല. അപ്പോൾ പിന്നെ എന്താ, ആരായിരിക്കും, സിസ്റ്റർ ആയിരിക്കും. ഓക്കെ, സ്പോസ് ഓഫ് എഫ് ആരായിരിക്കും, സിസ്റ്റർ ആയിരിക്കും ഡിയുടെ. അപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സിബ്ലിങ്സിനെയൊക്കെ നമ്മൾ ജസ്റ്റ് സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ സർക്കിൾ ഇട്ടു, ഫീമെയിൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ സ്പോസ് ഓഫ് എഫ് ആരാന്നറിയില്ല. പിന്നെ ഇക്ക് എന്തുണ്ട്, ഒരു നെവ്യൂ ഉണ്ട്, ഹു ഈസ് നോട്ട് ദ സൺ ഓഫ് കെ. ഇ ആൻഡ് കെ ആർ നോട്ട് ഇൻ ദ സെയിം ജനറേഷൻ. ഡി ആൻഡ് ഇ ആർ നോട്ട് മാരീഡ് ടു ഈച്ച് അതർ. കെ ഈസ് നോട്ട് ദ സിബ്ലിംഗ് ഓഫ് ബി. ഇനി നമ്മൾക്ക് ഇവിടെ ബാക്കി വരുന്നത്, ഇപ്പോൾ ഈ എ ബി സി ഡി ഇ എഫ് ജിയിൽ എ ബി ഡി എഫ് ഇത്രയും നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. ഇതിനകത്ത് സി ബാക്കിയുണ്ട്, ഇ ബാക്കിയുണ്ട്, എച്ച് ബാക്കിയുണ്ട്, കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എച്ചിനെ കുറിച്ച്, കെനെ കുറിച്ചോ എച്ചിനെ കുറിച്ചോ എന്തോ പറയുന്നുണ്ട്. എച്ച് ഇസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് എ. എച്ച് ഇസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് എ. അതായത് എയുടെ ഏതൊരു ചൈൽഡിൻ്റെ, ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ നമ്മളിവിടെ ക്രോസ് ഇട്ടില്ലേ, അവരുടെ ആരുടെയോ ഒരു മകനാണ് ആര്, എച്ച് എന്ന് പറയുന്നത്. അതായത് എയുടെ ഗ്രാൻഡ് സൺ ആണ് എച്ച്. ഓക്കെ, പക്ഷേ എച്ചിനും അതേപോലെ ബോത്ത് എ ആൻഡ് എച്ച് ഡോണ്ട് ഹാവ് എനി സിബ്ലിംഗ്. എച്ചിനും സിബ്ലിംഗ് ഇല്ലേ, എച്ച് എന്ന് പറയുന്നത് അവരുടെ എന്താണ്, ഒറ്റ കുട്ടിയാണ്. ഓക്കെ, അവർക്ക് എച്ചിന് സിബ്ലിംഗ് ഇല്ല. സോ എച്ച് എന്ന് പറയുന്നൊരു നമുക്കൊരു തേർഡ് ജനറേഷനിൽ ഒരാളെ കിട്ടി, എച്ച് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പറയുന്നത് സി ഹു ഈസ് മാരീഡ് ഇസ് നോട്ട് ദ മദർ ഓഫ് കെ. എന്തായാലും സി എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടുള്ളൊരു കപ്പിൾ തന്നെയാണ്. അപ്പോൾ ഒന്നെങ്കിൽ സി ഇവിടെ വരണം അല്ലെങ്കിൽ ഇവിടെ വരണം അല്ലേ. ഒന്നെങ്കിൽ ഡിയുടെ വൈഫായിരിക്കണം സി, അല്ലെങ്കിൽ ഈ ക്രോസ് ഇട്ട ആളായിരിക്കണം സി എന്ന് പറയുന്നത്. പക്ഷെ അതൊരിക്കലും കെയുടെ പേരൻ്റ് അല്ല, മദറല്ല, കെയുടെ മദറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സി ആരുടെ മദറായിരിക്കും, എച്ചിൻ്റെ മദറായിരിക്കും. ഓക്കെ, കാരണം ബാക്കി വരുന്നത് ആരാ, കെയും ഓക്കെ എച്ചും കെയുടെ മദറല്ല എന്നല്ലേ പറഞ്ഞത്. ആ സെൻറ്റൻസ് എവിടെ, ഓക്കെ, മദർ നോട്ട് ദ മദർ ഓഫ് കെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് എച്ചും ഇയും ആണ്. ഓക്കെ, അപ്പം എന്തായാലും എച്ചിൻ്റെ. പിന്നെ നോക്കി, ഇയും കെയും എന്തല്ല, സെയിം ജനറേഷനിലും അല്ല. ഇ ആൻഡ് കെ ആർ നോട്ട് ഇൻ ദ സെയിം ജനറേഷൻ. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇവിടെ സി കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ സി കൊടുക്കുകയാണെങ്കിൽ ഡി ആൻഡ് ഇ ആർ നോട്ട്, പിന്നെ ഇതാണ് അടുത്ത ഹിൻറ്റ് എന്ന് പറയുന്നത്, ഡി ആൻഡ് ഇ ആർ നോട്ട് മാരീഡ് ടു ഈച്ച് അതർ. പിന്നെ ബാക്കിയുള്ളത് സിയും കണ്ടോ, സി ഇ എച്ച് കെ ആണ്. അപ്പോൾ എച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യാം, ബിക്കോസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രാൻഡ് സണ്ണാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഉള്ളത് സിയും ഇയും കെയും ആണ്. അപ്പോൾ ഡിയും ഇയും എന്തല്ല, ഒരിക്കലും മാരീഡ് കപ്പിളല്ല. പിന്നെ വരുന്നത് ഏതാണ്, ഡിയും ഇയും മാരീഡ് കപ്പിളല്ല. പിന്നെ കെയും സി ആണ്. ബസ് ഡി ഈസ് മാരീഡ് ടു സി ആണെങ്കിലോ, ഇപ്പോൾ ഡി ഈസ് മാരീഡ് ടു സി. ഓക്കെ, ഡി ഈസ് മാരീഡ് ടു സി ആണെങ്കിൽ നമുക്ക് നോക്കുക കണ്ടീഷൻസ്. സി ഹു ഈസ് മാരീഡ് ഈസ് നോട്ട് ദ മദർ ഓഫ് കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മദർ ഓഫ് എച്ച് എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇനി അടുത്ത കണ്ടീഷൻ വായിക്കൂ. ഇക്ക് എന്തുണ്ട്, ഒരു നെവ്യൂ ഉണ്ട്. അപ്പോൾ എന്താണ്, ഇ ഇവിടെയായി. ഓക്കെ, ഇ ഇവിടെയായി. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഇയുടെ നെവ്യൂ ആണ് ആര്, എച്ച്. സോ ഇ ഹാസ് എ നെവ്യൂ ആൻഡ് ഹു ഈസ് നോട്ട് ദ നെവ്യൂ, ഹു ഈസ് നോട്ട് ദ സൺ ഓഫ് കെ. ഓക്കെ, ആ നെവ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും കെയുടെ സൺ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ സീനെ തന്നെ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, സി നമുക്ക് പ്ലേസ് ചെയ്യാം, കെ നമുക്ക് പ്ലേസ് ചെയ്യാം ഈ ഡിയുടെ വൈഫായിട്ട്. പക്ഷെ പറയുന്നുണ്ട് ഇക്ക് എന്തുണ്ട്, ഒരു നെവ്യൂ ഉണ്ട്, ഇക്ക് ഒരു നെവ്യൂ ഉണ്ട്. പക്ഷെ അതൊരിക്കലും കെയുടെ ആരല്ല, കെയുടെ സൺ അല്ല ആ നെവ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ സിയുടെ കുട്ടിയും ആരല്ല, സിയുടെ ചൈൽഡും കെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ, ഡി ഈസ് മാരീഡ് ടു സി. പിന്നെ ഡി ഇയു ആയിട്ട് മാരീഡ് കപ്പിൾസ് അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ ചാൻസ് അല്ലേ ഉള്ളൂ, ഡി ഈസ് മാരീഡ് ടു സി ആണ്. ഓക്കെ, പിന്നെ ഇയും കെയും എന്താണ്, നോട്ട് ഇൻ ദ സെയിം ജനറേഷൻ. അപ്പം ഒരിക്കലും കെ ഇവിടെ അല്ല. അപ്പോൾ കെ ഇവിടെയാണെന്ന് മനസ്സിലായി. കാരണം എല്ലാ മാരീഡ് കപ്പിൾസിനും ഇത് എഫ് ആണ്. ഈ ഫീമെയിൽ ആയതുകൊണ്ട് എഫ് എന്തായാലും മെയിൽ ആയിരിക്കും. പിന്നെ എല്ലാ മാരീഡ് കപ്പിളിനും എന്ത് വേണം, ഒരു ചൈൽഡ് വേണം അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് ആരാണ് ഇതിനകത്ത്, സി കഴിഞ്ഞു, ഇ കഴിഞ്ഞു, ബാക്കിയുള്ളത് കെ ആണ്. ഓക്കെ, അപ്പം
ഇത് എന്തായാലും എന്താണ് ഇവരുടെ കുട്ടിയാണ് കെ എന്ന് പറയുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇയും കെയും എന്തല്ലാന്ന് സെയിം ജനറേഷൻ അല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കെ ഈസ് നോട്ട് ദ സിബ്ലിംഗ് ഓഫ് ബി എന്നും പറയുന്നുണ്ട്. കെ ഈസ് നോട്ട് ദ സിബ്ലിംഗ് ഓഫ് ബി എന്നും പറയുന്നുണ്ട്. അപ്പം ഇനി കെയുടെ ജെൻഡർ അറിയണമെങ്കിൽ H is and both A and H only a married couple. Mother of K, A is married to B, who is the father-in-law. Spouse of F is not the brother of D, who is the son of B. F and D are not married to each other. H is the only grandson of A. Okay, H is the only grandson of A എന്നാ പറഞ്ഞത്. എയുടെ only grandson ആണ് H. അതായത് എന്താണ്, എക്ക് പിന്നെ എന്തില്ല, ഗ്രാൻഡ് സൺ ഇല്ല. ഈ എ എന്ന് പറയുന്ന ഗ്രാൻഡ് മദറിന് ഓക്കെ ഗ്രാൻഡ് സൺ ഇല്ല, ഒറ്റ ഗ്രാൻഡ് സണ്ണേ ഉള്ളൂ. അതാരാണ്, എച്ച് ആണ്. അപ്പം ഇവരുടെ എയുടെ ഇപ്പം ഈ ഒരു ഇതാരായിരിക്കും, ഗ്രാൻഡ് ഡോട്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവരുടെ ജെൻഡറും കിട്ടി. ഓക്കെ, അതായത് എ എന്ന് പറയുന്നവർക്ക് 2 കുട്ടികളാണ്, ഡിയും ഇയും ആണ്. അവരുടെ 2 കുട്ടികളാണ് എച്ചും കെയും. ഓക്കെ, അപ്പോൾ ഓൺലി ഗ്രാൻഡ് സൺ എച്ച് ആണെങ്കിൽ കെ എന്താണ്, ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഓക്കെ, സോ ഹൗ ഇസ് എച്ച് റിലേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ബി? എച്ച് ആരാണ്, ബിയുടെ. ഓക്കെ, ബി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്, ആരുടെ, എച്ചിൻ്റെ. സോ ഹൗ ഇസ് എച്ച് റിലേറ്റഡ്, ഗ്രാൻഡ് സൺ ആണ്. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫ് ആൻഡ് എ? എഫും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എ എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ ആണ് എഫിൻ്റെ, അല്ലെങ്കിൽ എഫ് എന്താണ്, സോറി മദർ ഇൻ ലോ ആണ്. എഫിൻ്റെ മദർ ഇൻ ലോ ആണ് എ. A is the father, A is the father-in-law. No, F is the son-in-law of A. F is the son-in-law of A is the right answer. Okay, Fൻ്റെ വൈഫിൻ്റെ അമ്മയാണ് എ എന്ന് പറയുന്നത് അല്ലേ. സോ എഫ് എന്ന് പറയുന്നത് എയുടെ ആരാണ്, സൺ-ഇൻ-ലോ ആണ്. How is C related with respect to F? C related with respect to F. എഫിൻ്റെ ആരാണ് സി എന്നാണ്, സി ആരാണെന്നാണ് ചോദിക്കുന്നത്. വിത്ത് റിലേറ്റഡ് ടു എഫ്, അതായത് എഫിൻ്റെ വൈഫിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. സോ സി ഈസ് സിസ്റ്റർ ഇൻ ലോ അല്ലേ. സി എന്ന് പറയുന്നത് ആരാണ്, സിസ്റ്റർ ഇൻ ലോ ആണ് എഫിൻ്റെ. സി ഈസ് ദ സിസ്റ്റർ ഇൻ ലോ ഓഫ് എഫ്. നെക്സ്റ്റ് വൺ കോഡിംഗ് ആണ്. Okay, which may be the possible code for the code for problems facing each challenge? ഇതിൻ്റെ പോസിബിൾ കോഡ്. ഓക്കെ, ഇതിൽ പോസിബിൾ ആയിട്ടുള്ള കോഡ്, അതായത് ചില കേസസിൽ ഓർ ഉണ്ടാവും, 2 കോഡ് വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പോസിബിൾ കോഡ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, സോ വിച്ച് മേ ബി ദ പോസിബിൾ കോഡ് ഫോർ ദ പ്രോബ്ലംസ് ഫേസിങ് ഈച്ച് ചലഞ്ച്. അപ്പോൾ പ്രോബ്ലംസിൻ്റെ കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലംസ് എവിടെയൊക്കെ ഉണ്ട്, ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇല്ല. പക്ഷേ ഈ 2 സെൻറ്റൻസിൽ തന്നെ വേറെ എന്തെങ്കിലും കൂടി കോമൺ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് പ്രോബ്ലംസ് ആണ് അതെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുള്ളൂ, എടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫേസിങ് പ്രോബ്ലംസ് വിത്ത് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഉണ്ട്, അതേപോലെ ഇവിടെ ഹെൽത്ത് ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ എവിടെയും എന്തില്ല, പ്രോബ്ലംസും ഇല്ല, ഹെൽത്തും ഇല്ല. അപ്പോൾ പ്രോബ്ലംസ്, ഹെൽത്ത്, ഇവിടെ രണ്ടും കോമൺ ആയിട്ടുള്ളത് MLP, പിന്നെ വരുന്നത് HLT ആണ്. സോ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത് MLP അല്ലെങ്കിൽ HLT ആണ്. ഓക്കെ, ഇനി ഫേസിങ്ങിൻ്റെ കോഡ്, ഫേസിങ് ഇവിടെയാണുള്ളത്, ഫേസിങ് പ്രോബ്ലംസ് വിത്ത് എൻവയോൺമെൻറ്റ്. പിന്നെ വരുന്നത് ഫേസിങ് എവിടെയാണ്, ഇവിടെയാണ് ഫേസിങ് വരുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ കോമൺ ആയിട്ടുള്ളത് ഏതാ നോക്കുക. പിന്നെ വേറെ എന്തെങ്കിലും കോമൺ ഉണ്ടോ എന്ന് നോക്കുക. ഫേസിങ് പ്രോബ്ലംസ് വിത്ത് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആണ്. ഫേസിങ് ചലഞ്ച് ഈച്ച് ഡേ ലൈഫ് ഇല്ല. അപ്പോൾ ഇതിനകത്തും കോമൺ ആയിട്ടുള്ളത് ഏതാ നോക്കുക. ഇതില്ല, NGI കോമൺ ആണ്, പിന്നെ വേറൊന്നും കോമൺ ഇല്ല. സോ നമ്മൾക്ക് ഫേസിങ്ങിൻ്റെ കോഡ് എന്ത് കിട്ടി, NGI എന്ന് കിട്ടി, ഫേസിങ്ങിൻ്റെ കോഡ്. ഇനി നെക്സ്റ്റ് വൺ ഈച്ച് ആണ്. ഓക്കെ, ഈച്ചിൻ്റെ കോഡ്, ഈച്ച് എവിടെയൊക്കെ ഉണ്ട്, ഫേസിങ് പ്രോബ്ലംസ് ഇതിലില്ല, ഹെൽത്ത് പ്രോബ്ലംസ് ഇതിനകത്തില്ല, റൈസ് വിത്ത് എൻവയോൺമെൻറ്റൽ. ഓക്കെ, ഈച്ച് ഈ 2 സെൻറ്റൻസിലാണുള്ളത് ഈച്ച്. പക്ഷെ ആ 2 സെൻറ്റൻസിൽ വേറെ എന്തെങ്കിലും കൂടി കോമൺ ഉണ്ടോ, ഉണ്ട്, ലൈഫ് കോമൺ ആണ്.
സോ ലൈഫ് വേറെ എവിടെയും കോമണും ഇല്ല. ഇതിനകത്ത് രണ്ടെണ്ണത്തിൽ മാത്രമാണ് ഈച്ചും ലൈഫും കോമൺ ആയിട്ടുള്ളത്. ഇതിനകത്തൊന്നും എന്തില്ല, ഈച്ചും ഇല്ല ലൈഫും ഇല്ല. സോ ഇതിനകത്ത് ഏതാണ് കോമൺ? HUS. HUSഉം HUSഉം. ഓക്കെ, കാരണം വേറൊന്നും NGI, RIY, NOP, PZY, പിന്നെ PZY, PZY. സോ ഈച്ചിൻ്റെ കോഡ് ഈച്ച് അല്ലെങ്കിൽ ലൈഫ്. ഓക്കെ, PZY അല്ലെങ്കിൽ HUS ആണ്. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഫേസിങ് ഈച്ച് ചലഞ്ച്. ചലഞ്ചിൻ്റെ കോഡ് എന്താ കണ്ടുപിടിക്കൂ? ചലഞ്ച് എവിടെയൊക്കെ ഉണ്ട്? ചലഞ്ച് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. ഫേസിങ് പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ഈ സെൻറ്റൻസിലും കോമൺ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. പിന്നെ വേറെ ഒന്നും ഇതിനകത്ത് കോമൺ ഇല്ല. റൈസ് വിത്ത് എവരി എൻവയോൺമെൻറ്റിൽ, അതിൽ ഫേസിങ് ചലഞ്ച് ഈച്ച് ഡേ ലൈഫാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? SNT ഉണ്ടോ? ഇല്ല. RTV, LNE, RIY. അപ്പോൾ RIY ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. സോ ചലഞ്ച് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയില്ല. ചലഞ്ച് ഇതാണ് എന്നുള്ളത് കിട്ടി. ഏതാണ്? RIY ആണ്. ഇനി നമ്മൾക്ക് നോക്കാം, ഇതിനകത്ത് പ്രോബ്ലംസ് ഫേസിങ് ഈ ചലഞ്ചിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസിന് ഒന്നെങ്കിൽ MLP ആവാം, അല്ലെങ്കിൽ എന്താവും HLT ആവാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ഫസ്റ്റ് MLP ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷനിൽ HLT ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാവാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് MLPയും ഇല്ല, HLT ഇല്ല. MLP ഉണ്ടോ? ഇല്ല. HLT ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ അല്ലാന്ന് മനസ്സിലായി. ഇതിലേതോ ഒരു ഓപ്ഷനാണ്. സോ ഇത് ഫസ്റ്റിൽ MLP ഉണ്ട്, രണ്ടാമത്തിൽ HLT ഉണ്ട്. അതിലേതെങ്കിലും വേണേ ആവാം അല്ലേ? പ്രോബ്ലംസിൻ്റെ ഒന്നെങ്കിൽ MLP ആവാം, അല്ലെങ്കിൽ ഓപ്ഷൻ ബിയിലെ പോലത്തെ HLT ആവാം. ഇനി നെക്സ്റ്റ് വൺ ഫേസിംഗ് ആണ്. ഫേസിങ്ങിൻ്റെ കോഡ് എന്താ നമുക്ക് കിട്ടിയത്? NGI ആണ്. അതാ ഫസ്റ്റ് ഓപ്ഷൻ എയിലും NGI ആണ്, ഓപ്ഷൻ ബിയിലും NGI ആണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് വൺ ഈച്ച് ആണ്. ഈച്ചിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ PZY ആണ്, അല്ലെങ്കിൽ HUS ആണ്. ഓപ്ഷൻ എയിൽ HUS വന്നിട്ടുണ്ട്, പക്ഷേ ഓപ്ഷൻ ബിയിൽ PZY ആണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്. പിന്നെ ചലഞ്ചാണ്. ചലഞ്ചിൻ്റെ കോഡ് എന്താണ്? RIY ആണ്. അപ്പോൾ രണ്ടിലും എന്താണ് വന്നിരിക്കുന്നത്? RIY ആണ്. അപ്പോൾ എന്താ ആൻസർ വരും? ഇത് രണ്ടും കറക്റ്റാണ്. ഓക്കെ, രണ്ടും പോസിബിൾ ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? അപ്പോൾ ഏതാ ആൻസർ? ഐദർ ഓപ്ഷൻ A or B is the answer. Either option A or B is the answer. Okay, so next question. RTS, UQP, NOP can be the code for which of the following sentences in the given code language? ഇതിൽ നമ്മളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. RTS ഇല്ല. RTS, UQP, NOP എന്ന് പറയുന്നത് ഏതിൻ്റെയാണെന്നാണ് ചോദിച്ചത്. RTS എവിടെയുള്ളത്? ഇത് RTV ആണ്. UQP ഇവിടെയുണ്ട്, UQP ഇവിടെയുണ്ട്, NOP ഇവിടെയുണ്ട്. RTS ഇവിടെയുണ്ട്. പക്ഷേ ഇതൊന്നും എന്തല്ല കോമൺ ആയിട്ട് എവിടെയും കൊടുത്തിട്ടുമില്ല. മനസ്സിലായോ? RTS, UQP, NOP. ഇപ്പോൾ ഈ RTSൻ്റെ ഈ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഓൺ റൈസ് സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ ഹെൽത്ത് എന്താണ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലംസിൻ്റെയും ഹെൽത്തിൻ്റെയും MLP ഓർ എന്താണ് HLT ആണ്. അപ്പോൾ അതെന്തല്ല മനസ്സിലായി. പ്രോബ്ലംസിൽ MLP ഓർ HLT ആണ്. പിന്നെ ഓൺ റൈസ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഇതിനകത്ത് അപ്പോൾ ഇതെല്ലാം മനസ്സിലായി. MLP അല്ല. പിന്നെ SA, RTV. പക്ഷേ RTV കണ്ടോ ഇവിടെ കോമണാണ്. ഇതിലും RTV ഉണ്ട്, RTV ഉണ്ട്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൺ റൈസ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ റൈസിൻ്റെ കോഡാണെന്ന് മനസ്സിലായി. ഓക്കെ, ഏത് RTV എന്ന് പറയുന്നത് റൈസിൻ്റെ കോഡാണെന്ന് മനസ്സിലായി. പിന്നെ ഓൺ സ്റ്റാൻഡേർഡ് ആണ്. ഓൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വേറെ ഒരു സെൻറ്റൻസിലും ഇല്ലാത്തൊരു ടേംസ് ആണ് അല്ലേ? റൈസ് വിത്ത് എവരി എൻവയോൺമെൻറ്റൽ ഫേസിങ് ചലഞ്ച് ഈച്ച് ഡേ ലൈഫ് എൻവയോൺമെൻറ്റൽ ഈസ് ഇല്ല. അപ്പോൾ ഓൺ സ്റ്റാൻഡേർഡ് ആണ് RTSൻ്റെ കോഡ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഓൺ സ്റ്റാൻഡേർഡ്. പിന്നെ വരുന്നത് RTS, UQP, NOP ആണ്. വിച്ച് ഓഫ് ദ ഫോൾ? ഓക്കെ, UQPയുടെ എന്താണ്? എൻവയോൺമെൻറ്റൽ ഈസ് ഈച്ച് ലോങ് ലൈഫ് ആണ്. എൻവയോൺമെൻറ്റൽ ഈസ് ഈച്ച് ലോങ് ലൈഫ്.
അപ്പോൾ റൈസിൻ്റെ കോഡ് നമ്മൾക്ക് കിട്ടി RTV എന്ന് കിട്ടി. അപ്പോൾ UQP, അപ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം. ഫേസിങ് പ്രോബ്ലംസ് എന്തായാലും അല്ല എന്ന് മനസ്സിലായി. ഹെൽത്ത് ഓൺ റൈസ് ആണോ? അല്ല, കാരണം RTV ഇല്ല ഇതിനകത്ത് ഈ കോഡിൽ. ഓക്കെ, ഇനി ഫേസിങ് ചലഞ്ച്, ഫേസിങ്ങിൻ്റെ കോഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, അപ്പോൾ അതുമല്ല, NGI എന്നൊക്കെ വരണം. പിന്നെ എൻവയോൺമെൻറ്റൽ ലൈഫ് ലോങ്, എൻവയോൺമെൻറ്റൽ ലൈഫ് ലോങ് ആണ്. എൻവയോൺമെൻറ്റലിൻ്റെ കോഡ് ഏതാണ്? ഇവിടെയാണ്, ഇവിടെ ഈ മൂന്നെണ്ണത്തിൽ കോമൺ ആയിട്ടുള്ളതാണ് നോക്കേണ്ടത്. എൻവയോൺമെൻറ്റൽ SNT RTV ഈ മൂന്നെണ്ണത്തിൽ ഏതാണത്? TGT ആണ് എൻവയോൺമെൻറ്റലിൻ്റെ കോഡ്. പിന്നെ വരുന്നത്, അപ്പോൾ എൻവയോൺമെൻറ്റൽ ലൈഫ് ലോങ് അല്ലാന്നും മനസ്സിലായി, ഇതും ഇതിൻ്റെ കോഡും അല്ലാന്ന് മനസ്സിലായി. ഇനി ബാക്കി വരുന്നത് എന്താണ്? ഓൺ ഡേ ഇസ് ആവാം എന്ത്? ഇറ്റ് ക്യാൻ ബി ദ കോഡ്. ഓക്കെ, കാരണം ഇവിടെ ഓണും സ്റ്റാൻഡേർഡും വരുന്നുണ്ട്, RTV കോഡായിട്ടില്ല. അപ്പം ഓൺ സ്റ്റാൻഡേർഡ് എന്തില്ല, വേറെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കോഡ് എന്താവാം? RTV അല്ലെങ്കിൽ SA ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ UQPയും NOP ആണ്. ഫേസിങ് ചലഞ്ച് ഈച്ച് ഡേ ലൈഫാണ്. അപ്പോൾ ലൈഫും അല്ല, അപ്പോൾ ഡേ ആണ് എന്ത്? ഡേയുടെ കോഡാണ് എന്ത്? NOP എന്ന് കിട്ടി. പിന്നെ UQP ഇവിടെയാണ്, എൻവയോൺമെൻറ്റലിൻ്റെ അല്ല, കാരണം ഓൾറെഡി ഈച്ചും അല്ല. പിന്നെ ലൈഫും അല്ല. പിന്നെ ലോങ് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ലോങ്ങും വരുന്നില്ല, ഇസ്സും എവിടെയും വരുന്നില്ല. ഓക്കെ, ലോങ്ങും വരുന്നില്ല, ഇസ്സും എവിടെയും വരുന്നില്ല. അപ്പോൾ എന്താവാം? റൈസ് വിത്ത് എവരി എൻവയോൺമെൻറ്റൽ ചലഞ്ച്, ഫേസിങ് ചലഞ്ച് ഈച്ച് ഡേ ലൈഫ്, എൻവയോൺമെൻറ്റൽ ഇസ് ഈച്ച് ലോങ് ലൈഫ്. അപ്പോൾ ലോങ് ഓർ ലൈഫ് ആവാം. ഏത്? ലോങ് ഓർ ഇസ് ആവാം. ഏത്? UQP അല്ലെങ്കിൽ പിന്നെ ഏതാ? TGT വരില്ല. PZY ഇവിടെ കോമൺ ആണ്. HUSും ഇതാ ഇവിടെ കോമൺ ആണ്. സോ WXY. സോ UQP അല്ലെങ്കിൽ WXY. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിബിൾ ഏതാണ്? ഓൺ. RTV കോഡ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തത് ഓൺ ആണ്. പിന്നെ വരുന്നത് NOP ഡേ ആണ്. പിന്നെ UQPക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഇസ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ A is the answer. So next question, if the code for health problems rise standard is HLT, MLP, RTV, RTS, then what is the code for standard? Actually സ്റ്റാൻഡേർഡിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താവാം? RTV ആവാം, അല്ലെങ്കിൽ SA ആവാം. ഓൺ ഓർ സ്റ്റാൻഡേർഡ് അല്ലെ, ഓണും സ്റ്റാൻഡേർഡും RTV ബാർ SA എന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസിൽ കൃത്യമായിട്ട് പറയുകയാണ്, ഹെൽത്ത് പ്രോബ്ലംസ് റൈസ് സ്റ്റാൻഡേർഡ്. ഇവിടെ കണ്ടോ, ഹെൽത്ത് പ്രോബ്ലംസ് ഓൺ റൈസ് സ്റ്റാൻഡേർഡ് ആയിരുന്നു ഈ കോഡ്, ഹെൽത്ത് പ്രോബ്ലംസ് ഓൺ റൈസ് സ്റ്റാൻഡേർഡ്. പക്ഷേ ഇവിടുത്തെ ഈ ഓൺ അവരെന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് HLT, MLP അല്ല എന്നറിയാം. പിന്നെ RTVയും RTSും ആണ്. RTV എന്ന് പറയുന്നത് ഓൺ അഥവാ സ്റ്റാൻഡേർഡ് ആണ്. RTSO സോറി, ഇവിടെ തെറ്റിപ്പോയി. RTV അല്ല, RTS ആണ്. ദിസ് ഇസ് RTS. ഓക്കെ, RTV എന്ന് പറയുന്നത് റൈസ് ആണ്. ഓക്കെ, റൈസ് ആണ് RTV. ഓക്കെ, സോ RTS ആണിത്. ക്വസ്റ്റ്യനിലും എന്താണ്? RTS ആയിരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റ് തന്നെയാണ് ആൻസർ. ഓൺ ഡേ ഇസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് RTS എന്ന് പറയുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് റൈസ് സ്റ്റാൻഡേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം RTV എന്ന് പറയുന്നത് റൈസിൻ്റെ ആണെന്ന് കറക്റ്റായിട്ട് അറിയാം. പിന്നെ ഹെൽത്തും പ്രോബ്ലംസിനെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹെൽത്ത് പ്രോബ്ലംസ് ആണ് MLP ബാർ HLT ആണ്. ഹെൽത്ത് ഓർ പ്രോബ്ലംസ് ആണ് MLP ബാർ HLT ആണ്. അപ്പോൾ ഇതെല്ലാം പോയി, RTVയും പോയി. പിന്നെ RTS മാത്രമേ ഉള്ളൂ എന്തിന്? സ്റ്റാൻഡേർഡിന് ബാക്കിയായിട്ട് വരുന്നത് RTS മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആ കറക്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൺ ബാർ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? ഓൺ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് എന്ത്? RTS ബാർ SA എന്ന് പറയുന്നത്. RTS ബാർ SA. RTS ബാർ SA. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഓൺ അവർ ഇഗ്നോർ ചെയ്തു. അതേപോലെ തന്നെ കോഡിൽ ഇതും ഇല്ല. അപ്പം ബാക്കിയുള്ളത് ഏതാണ്? സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഓക്കെ, ഇത് ഈസിയാണ്. സോ വാട്ട് ഇസ് ദി ആൻസർ? ദെൻ വാട്ട് ഇസ് ദ കോഡ് ഫോർ സ്റ്റാൻഡേർഡ്? RTS ആണ്. ഓക്കെ,
വാട്ട് ഇസ് ദ കോഡ് ഫോർ പ്രോബ്ലംസ് ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? ഈ കോഡ് ലാംഗ്വേജിൽ പ്രോബ്ലംസിൻ്റെ കോഡ് എന്താണ്? MLP അല്ലെങ്കിൽ HLT ആണ്. നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് പ്രോബ്ലംസിൻ്റെ അല്ലേ. പ്രോബ്ലംസ് ബാർ ഹെൽത്ത്, MLP ബാർ HLT ആണ്. either A or C. What is the code for environmental challenge in the given code language? Environmental challenge, ഇവിടെ challenge നമ്മൾ ഓൾറെഡി RIY ആണ്. പിന്നെ environmental എന്താണ്? ഓക്കെ, അപ്പോൾ RIY വരുന്ന ഓപ്ഷൻ നോക്കുക. ഇതാ RIY ഇവിടെയാണ് വരുന്നത്. പിന്നെ വരുന്നത് എൻവയോൺമെൻറ്റലിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എൻവയോൺമെൻറ്റൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ, അതായത് ഈ സെൻറ്റൻസിൽ അതേപോലെ ഈ സെൻറ്റൻസിൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്? TGT ആണ്. TGT കണ്ടോ, മൂന്നെണ്ണത്തിൽ കോമൺ ആയിട്ടുള്ള TGT ആണ്, വേറൊന്നും കോമൺ അല്ല. ഓക്കെ, സോ TGT is the TGT RIY. TGT ഓപ്ഷൻ C is the answer. നെക്സ്റ്റ് വൺ മന്ത് ബേസ്ഡ് പസിൽസ് ആണ്. എത്ര എംപ്ലോയീസ് ആണുള്ളത്? ദർ ആർ 8 എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ കമ്പനി വിസിറ്റിംഗ് ആൻ ഓഫ് ഷോർ സൈറ്റ് ഓൺ ദ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 10th or 18th of the following month. മാസങ്ങൾ ഏതൊക്കെയാണ് കൊടുത്തത്? ഫെബ്രുവരി, ഏപ്രിൽ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആണ് ഇൻ എ സിംഗിൾ ഇയർ. 1 person വിസിറ്റ് ദ സൈറ്റ് ഓൺലി വൺസ് എ ഇയർ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യുക? സാധാരണ പോലെ നമ്മൾ മന്ത്സ് ഇവിടെ കൊടുക്കുക. ഫെബ്രുവരി, നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ പസിൽ ചെയ്യുമ്പോൾ, ഫെബ്രുവരി, ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്. ഇതിൽ തന്നെ എത്രയാണ്? 2 ഡേറ്റ് ആണ് കൊടുത്തത്, ഫെബ്രുവരി 10 ഫെബ്രുവരി 18. ഓക്കെ, ഫെബ്രുവരി 10 പിന്നെ അതേപോലെ നെക്സ്റ്റ് ഡേ പറയുന്നത് 18 ആണ്. അതേപോലെ ഏപ്രിലും എല്ലാ മാസത്തിലും 10 18 ആണ് പറയുന്നത്. 10 18 10 18. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുന്നുണ്ടോ നോക്കുക. പൊതുവേ നമ്മുടെ ഒരു പസിൽസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാറുണ്ട് ഇല്ല. അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടോ നോക്കുക. ഓൺലി 3 persons വിസിറ്റ് ദ സൈറ്റ് ബിറ്റ്വീൻ A and C. B വിസിറ്റ് ദ സൈറ്റ് ഇൻ ദ മന്ത് വിത്ത് മോർ ദാൻ 30 days എന്ന് പറയുന്നത്. ഇത് B വിസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 30 days കൂടുതൽ. ഫെബ്രുവരി എത്ര ഡേയ്സ് ആണുള്ളത്? 28 days ആണ്. ഏപ്രിൽ ആണെങ്കിൽ 30 days ആണ്. ജൂലൈയും ഓഗസ്റ്റും 31 ആണ്. സോ ഇവിടെ പറയുന്നുണ്ട് ബി വിസിറ്റ് ദ സൈറ്റ് ഇൻ ദ മന്ത് വിത്ത് മോർ ദാൻ 30 days. അപ്പോൾ ഏതാണ് ബി ജൂലൈ ഓർ ഓഗസ്റ്റ് ആണ്. ബി ജൂലൈ ഓർ ഓഗസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓൺലി 2 persons വിസിറ്റ്. ഇ വിസിറ്റ് ദ സൈറ്റ് ബിഫോർ ജി. ഇ ഡസ് നോട്ട് വിസിറ്റ് ഓൺ ദ 18th of any month. അപ്പോൾ ഇ എന്ത് ചെയ്യില്ല? ഈ 18th വിസിറ്റ് ചെയ്യില്ല. ഓക്കെ, ഈ 18th വിസിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഇ ഡസ് നോട്ട് വിസിറ്റ് ദ സൈറ്റ് ഓൺ ദ 18th. പിന്നെ ബി വിസിറ്റ് ദ സൈറ്റ് ഇൻ ദ മന്ത് വിത്ത് മോർ ദാൻ 30 days. പിന്നെന്താണ്? എഫ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ എച്ച് ആൻഡ് ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത് 31 days. അപ്പോൾ എഫ് എന്ത് ചെയ്യില്ല? 31 days ഉള്ളത് വിസിറ്റ് ചെയ്യില്ല. ഓക്കെ, അതായത് 30 അല്ലെങ്കിൽ 28 എഫ് വിസിറ്റ് ചെയ്യുക. എഫ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ എച്ച് ആണ്. എ ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത് വിത്ത് 30 days. പിന്നെ എ എന്ത് ചെയ്യില്ല? 30 days ഉള്ളത് വിസിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി ഡസ് നോട്ട് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ എച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പെട്ടെന്ന് ഒന്നും പ്ലേസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും പ്ലേസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് സൈഡിൽ എടുത്ത് എഴുതുക. അതായത് ഫസ്റ്റ് എന്താ പറയുന്നത്? ഓൺലി 3 persons വിസിറ്റ് ദ സൈറ്റ് ബിറ്റ്വീൻ എ ആൻഡ് സി. ഓൺലി 3 persons വിസിറ്റ് ദ സൈറ്റ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കുക, എക്കും സിക്കും ഇൻ ബിറ്റ്വീനിൽ 1 2 3 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എ സിയുടെ മുകളിലാവാം അല്ലെങ്കിൽ സി എയുടെ മുകളിലാവാം. ഓക്കെ, 2 കണ്ടീഷൻസ് ആണ്. സോ ഓൺലി 3 persons വിസിറ്റ് ദ സൈറ്റ് ബിറ്റ്വീൻ എ ആൻഡ് സി ആണ്. പിന്നെ പറയുന്നത് ഓൺലി 2 persons വിസിറ്റ് ദ സൈറ്റ് ബിറ്റ്വീൻ ജി ആൻഡ് ഇ. അത് പറ്റില്ല. പിന്നെ വരുന്നത്
ഓക്കെ, സി വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ജി. സി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ജി ആണ്. ആൻഡ് ബി വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് പ്ലേസ് ചെയ്യാം. അതായത് സി എന്ന് പറയുന്നത് ജിയുടെ തൊട്ട് മുകളിലാണ്. സി വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ജി. അപ്പോൾ ഇവിടെയാണ് ജി വരിക. ഓക്കെ, സി വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ജി. അപ്പോൾ ഇവിടെയാണ് ഈ കേസിൽ ജി വരിക. സി വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ജി, സി ജി വന്നു. ആൻഡ് ബി വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ. അപ്പോൾ ഇവിടെയാണ് ബി വരുന്നത്. സോ ഈ കേസിൽ ഇവിടെയാണ് ബി വരുന്നത്. ഓക്കെ, ആൻഡ് വൺ പേഴ്സൺ, പിന്നെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇ വിസിറ്റ് ബിഫോർ ജി ആണ്. ഓക്കെ, ഇ വിസിറ്റ് ദ സൈറ്റ് ബിഫോർ ജി. അപ്പോൾ ഇ കഴിഞ്ഞിട്ടാണ് എന്തായാലും ജി വരിക. ഓക്കെ, അതേപോലെ രണ്ട് പേഴ്സൺസ് ഉണ്ട്, ജിയും ഇയും തമ്മിൽ. ഓക്കെ, 2 persons are there between G and E. Only 2 persons visit the site between G and E. E എന്ന് പറയുന്നത് ജിയുടെ തൊട്ട് മുകളിൽ എന്നല്ല, ജിയുടെ എവിടെയോ മുകളിലാണ്, രണ്ടെണ്ണം വിട്ടിട്ടല്ല. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇ വരുന്നത്. ഇ വിസിറ്റ് ദ സൈറ്റ് ബിഫോർ ജി. അപ്പോൾ ഇത് 1, ഇത് 2, രണ്ടെണ്ണം സ്പേസ് വിട്ടിട്ട് ബിയുടെ തൊട്ട് താഴെയായിട്ട് വരും ഇ, ഇവിടെ വരും. ഓക്കെ, ഈ ലൈനിലാണ് ഇ വരിക. കാരണം ഇത് സി ഒരു 1 person, ഇത് 2nd person. അപ്പോൾ 2 person കഴിഞ്ഞിട്ടാണ് ആര് വരിക, ഇ വരിക. ഓക്കെ, പക്ഷേ ഇ എന്തായിരിക്കണം, ഷുഡ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ ജി തന്നെ ആയിരിക്കണം. അപ്പോൾ ജിയുടെ മുകളിൽ തന്നെ ആയിരിക്കണം ഇ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പേഴ്സൺ, പിന്നെ ഇവിടെ ഒരു പേഴ്സൺ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇ വരേണ്ടത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇയുടെയും ജിയുടെയും ഇൻ ബിറ്റ്വീനിൽ എത്ര ആൾക്കാർ വരണം, 2 ആൾക്കാർ. ഒന്ന് സിയും പിന്നെ ഒരു അൺനോൺ പേഴ്സൺ, നമുക്കറിയാത്ത ഒരാളും ഉണ്ട് അല്ലേ. സോ ഇങ്ങനെ നോക്കുമ്പം പക്ഷെ ഈ എന്ത് ചെയ്യാൻ പറ്റില്ല, 18th of any month പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എഫും എച്ചും തമ്മിൽ 2 ആൾക്കാരാണ്. എഫ് എച്ചിൻ്റെ മുകളിലാണ്. പിന്നെ ഡസ് നോട്ട് വിസിറ്റ്, എ ഡസ് നോട്ട് വിസിറ്റ് ഇൻ എ മന്ത് വിത്ത് 30 days. 30 ഡേയ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എ ഡസ് നോട്ട് വിസിറ്റ് ഇൻ എ മന്ത് വിത്ത് 30 days ആൻഡ് ബി ഡസ് നോട്ട്. ഓക്കെ, ഓൺലി 1 person വിസിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിയും ഡിയും തമ്മിൽ 1 person ആണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ എത്ര ആൾക്കാരുണ്ട്, 1 2 3 4 5 6 ആണ്. ഇനി ഈ അറേഞ്ച്മെൻറ്റിലോ 1 2 3 4 5 6 7 8, അതായത് മൊത്തം ആൾക്കാരെയും നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പം നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, എ ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത് 30 days. അപ്പം എ ഒന്നെങ്കിൽ ഇവിടെ വരണം അല്ലേ, 31 days അല്ലെങ്കിൽ 28 ഡേയ്സിലെടുത്ത് ഇവിടെ ആയിരിക്കണം വരേണ്ടത്. അപ്പം എ പിന്നെ ബി വരും. അങ്ങനെയാണെങ്കിൽ എ കഴിഞ്ഞാൽ ബി വരും. പക്ഷെ ബി എന്ത് ചെയ്യാൻ പാടില്ല, ബി വിസിറ്റ് ഇൻ ദ സൈറ്റ് വിത്ത് മോർ ദാൻ 30 days. അപ്പോൾ ഒരിക്കലും ഇവിടെ ബി വരില്ല. അപ്പം എന്താണ്, ഇതൊരിക്കലും എന്താണ്, ഇതിലെ എല്ലാ കണ്ടീഷൻസ് എന്ത് ചെയ്യും, ഫെയിലാവും. നിങ്ങൾ അങ്ങനെ ഡേറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കണ്ടീഷൻസ് എന്ത് ചെയ്യും, ഫെയിലാവും. ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ തന്നെ ഇത് മൊത്തം 8 ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് നേരെ അങ്ങനെ ഇട്ട് നോക്കാം. ഇ പിന്നെ ഒരു ബ്ലാങ്ക് ആണ്, പിന്നെ സി ജി പിന്നെ 2 ബ്ലാങ്ക്, പിന്നെ എ ബി ആണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എ ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത് വിത്ത് 30 days. കറക്റ്റാണ്. എ എത്ര 31 ഡേയ്സിലുള്ള ഒരു ഇതിലാണ് എ നിൽക്കുന്നത്. ആൻഡ് ബി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ. പിന്നെ 1 person, അതവിടെ നിൽക്കട്ടെ. കണ്ടീഷൻസ് നോക്കുക. എഫ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ എച്ച് ആണ്. ഓക്കെ, ഇ ഡസ് നോട്ട് വിസിറ്റ് ഓൺ ദ സൈറ്റ് ഓൺ 18th of any month. കറക്റ്റാണ്. ഇപ്പോൾ 10th ഇ നിൽക്കുന്നത്. ഇ ഡസ് നോട്ട് വിസിറ്റ് ഓൺ ദ 18th of any month. പിന്നെ പറയുന്നത് ബി വിസിറ്റ് സൈറ്റ് ഇൻ ദ മന്ത് വിത്ത് മോർ ദാൻ 30 days. അതാണ് ബി എവിടെയാണ് നിൽക്കുന്നത്, 31 അല്ലേ, 31 ഡേയ്സുള്ളൊരു മന്തിലാണ് ബി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ ഇത് എങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിലും എ എന്ത് ചെയ്യാൻ പാടില്ല, 30 ഡേയ്സിൽ ഉള്ളിടത്തൊന്നും എ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എയുടെ തൊട്ട് താഴെയാണ് ബി വരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ബിയും എന്ത് ചെയ്യാൻ പാടില്ല, ബി വിസിറ്റ് ചെയ്യേണ്ടത് 31 ഡേയ്സിലുള്ളിടത്തായിരിക്കണം ബി വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും പറ്റില്ല. കാരണം എയും ഇവിടെ വരണം, എ ബി എന്ന്. പക്ഷേ ഇവിടെ മൊത്തം എത്ര ആൾക്കാരുണ്ട്, 1 2 3 4 5 6 ഉണ്ട്. അപ്പം നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും 6 തികയില്ല. മനസ്സിലായോ, 1 2 3 4 എന്തായാലും
തികയില്ല. അപ്പോൾ എന്തായാലും ഈ കേസ് എങ്ങനെയൊക്കെ വന്നാലും ഇത് ഫെയിലാവും. ഇനി നമുക്ക് ഇത് മാത്രം സോൾവ് ചെയ്താൽ മതി. there are 2 persons between F and H ആണ്. അപ്പോൾ F visit the site before one person visit between B and D. അപ്പോൾ ബിയും ഡിയും എത്രയാണ്? ഒരു ഗ്യാപ്പാണ്. അപ്പം ബി ഇവിടെയാണ് ഡി. ഓക്കെ, സോ 1 person visit between B and D. There are 2 persons visit the site between F and H. F visit the site before H. അപ്പോൾ എഫ് എച്ച് ആയിരിക്കണം. എച്ചിന് മുമ്പ് ആരായിരിക്കണം? എഫ് ആയിരിക്കണം. പിന്നെ അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ എവിടെയാണ്? ഇതാ ഇവിടെ തന്നെയാണ്. എഫ്, ഇത് എഫ് ആണ്. 1 to H. ഓക്കെ, പിന്നെ എഫ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ H ആൻഡ് ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത് വിത്ത് 31 days. ആര്? എഫ് ആണ്. എഫ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ H ആൻഡ് ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത്. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? എഫിനെ കുറിച്ചാണ് പറയുന്നത്, എച്ചിനെ കുറിച്ചല്ല. ഓക്കെ, സോ എഫ് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ എച്ച് ബിക്കോസ് ആൻഡ് ആണ് വന്നത്. ആൻഡ് എഫ് ഡസ് നോട്ട് വിസിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ഡസ് നോട്ട് വിസിറ്റ് ഇൻ ദ മന്ത് വിത്ത് 31 days. അപ്പോൾ എഫ് വിസിറ്റ് ചെയ്ത് 28 days ഉള്ളൊരു മന്തിലാണ്. ബി ഡസ് നോട്ട് വിസിറ്റ് ദ സൈറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ എച്ച്. ഓക്കെ, അത് ജസ്റ്റ് ബിഫോർ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ? ഇ എഫ് സി ജി എച്ച് ഡി എ ബി, ഇതാണ് ആൻസർ. ഓക്കെ, സോ ഡി വിസിറ്റ് ദ സൈറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മന്ത്. ഡി ഏത് മന്തിലാണ്? ജൂലൈ ആണ് ആൻസർ. ജൂലൈ, ഓപ്ഷൻ സി, ഡി ജൂലൈ ആണ്. നെക്സ്റ്റ് വൺ, ഹു എമംഗ് ദ ഫോളോയിങ് വിസിറ്റ് ദ സൈറ്റ് ഓൺ 10th of August. ഓഗസ്റ്റ് 10th ആരാണ്? എ. എ ഈസ് ദി ആൻസർ. How many persons visit between C and A? C and A, 1, 2, 3. 3 persons. If we arrange all the persons alphabetically from first day to last date, then the position of how many employees remain the same എന്നാണ് ചോദിച്ചത്. നമ്മൾ എന്ത് ചെയ്യാണ്? ആൽഫബറ്റിക്കൽ ഓർഡർ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നുള്ളൊരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മളിവിടെ പ്ലേസ് ചെയ്യാണ്. ഫസ്റ്റ് ഡേറ്റ് മുതൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച്. എ ബി സി ഡി ഇ എഫ് ജി എച്ച്, സോറി കെ എന്നായത് എച്ച്. ഓക്കെ, സോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ആണെങ്കിൽ ഇതിൽ ഏതാണ് മാറ്റം വരാത്തത്? ഏതാണ്? സി ആണ്. സി കണ്ടോ, സിയുടെ പൊസിഷൻ മാറിയിട്ടില്ല അല്ല. സി രണ്ടിലും സി വരുന്നുണ്ട്. പിന്നെ ഏതാ? അത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ജി ഡി ആണ്. എച്ച് ഇ ഡി എഫ് എ ജി ബി എച്ച്. ഓക്കെ, സോ സി. എത്ര ആൾക്കാർക്ക് മാറ്റം വന്നിട്ടില്ല? ഒരാൾക്ക്. 1 is the answer. 1. Next one, if we replace the visiting date of D to that of G. ഡിയുടെയും ജിയുടെയും വിസിറ്റിംഗ് ഡേറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അത് പറഞ്ഞാൽ ഓക്കെ, ഡി എവിടെയാണ്? ഇവിടെ. അതായത് ഇവിടെ ജിയും ഈ ഡിയുടെ പൊസിഷനിൽ ജിയും വരും, ജിയുടെ പൊസിഷനിൽ ഡിയും വരും. ഓക്കെ, ഇഫ് യു റീപ്ലേസ് ദ വിസിറ്റിംഗ് ഡേറ്റ് ഓഫ് ഡി ടു ദാറ്റ് ഓഫ് ജി ആൻഡ് വിസിറ്റിംഗ് ഡേറ്റ് ഓഫ് എ ടു ദാറ്റ് ഓഫ് സി. എ ടു ദാറ്റ് ഓഫ് സി. സിയുടെ സ്ഥാനത്ത് എയും വരും, എയുടെ സ്ഥാനത്ത് സിയും വരും. എയുടെ സ്ഥാനത്ത് സിയും വരും, സിയുടെ സ്ഥാനത്ത് എയും നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പേഴ്സൺസ് വിസിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ജി. ആ ന്യൂ അറേഞ്ച്മെൻറ്റിൽ എയും ജിയും ഇൻ ബിറ്റ്വീൻ എത്ര ആൾക്കാരുണ്ടെന്നാണ്. എയും ജിയും. അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ എ. ഇതാണ് എയുടെ പൊസിഷൻ വരിക. എയും ജിയും അല്ല ചോദിച്ചേ? യാ, ഇതാണ് പുതിയ ജിയുടെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര പേഴ്സൺസ് ഉണ്ട്? 2 പേഴ്സൺസ് ആണ്. ഓക്കെ, 2 പേഴ്സൺസ് ആണ്. ആദ്യത്തെ എന്ന് വെച്ചാൽ ഇവിടെയാണ് എ, പിന്നെ ജി ഇവിടെയാണ് അല്ലേ? അപ്പോൾ പക്ഷേ ഇതും എന്താണ്, ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോഴും എയുടെയും പുതിയ അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള ജിയുടെയും ഇൻ ബിറ്റ്വീൻ എത്ര ആൾക്കാരാണ്? 1, 2. സോ 2 ഈസ് ദി ആൻസർ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക?
എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ ആപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും PDF ആണെങ്കിലും എന്താ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ദീപ്സ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക, DEEPZ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി എന്തെങ്കിലും സജഷൻസ്, ഏതെങ്കിലും ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെന്താണ്, ഇതേപോലെ IDBIയുടെ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. സോ അതുവരെ എന്താണ് എല്ലാവരും CWJ എന്ത് ചെയ്യുക, കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും എന്താണ് എന്താ പറയുക, സ്റ്റേ ട്യൂൺഡ് ഓൺ CWJ ചാനൽ. സോ താങ്ക് യു സോ മച്ച്. ബൈ.